ഗബ്രിയേൽ, ഗബ്രിയേൽ. അയ്യോ ഈശോ ഔസേപ്പേ, തമ്പുരാനെ, ഈ ആത്മാവിന് കൂട്ടായിരിക്കണേ. നീ എന്താണ് പുലമ്പുന്നത്? അറിയാവുന്നൊരു പ്രാർത്ഥന ചൊല്ലിയതാ. എന്തിന്? പ്രാർത്ഥനയെ കുരിശുള്ളടുത്ത് ചെകുത്താന്മാർ അടുക്കയിലെന്ന് പള്ളിയിലച്ചൻ പറഞ്ഞിട്ടുണ്ട്. ദേ അടുക്കരുത്, സത്യമായിട്ടും അമ്മച്ചിയാണ് കുരിശെ തറങ്ങി അടുക്കരുത്. കുരിശിനെ പേടിയില്ലാത്ത ആത്മാവാ. ഒന്ന് പേടിക്കണ്ട ആത്മാവേ. ഇങ്ങനെ ചിരിച്ചെന്നെ പേടിപ്പിക്കരുത്. ഇപ്പൊ തന്നെ അടിച്ചതെല്ലാം പോയി. ഞാനൊരു പാവല്ലേ. വേറെ എന്തോരം ആളുകൾ ഈ നാട്ടിലുണ്ട്. അവരൊക്കെ പോയി പേടിപ്പിക്കും ചെകുത്താൻ ചേട്ടാ. കഴുതേ, അപ്പനൊക്കെ ചേട്ടാന്ന് വിളിക്കുന്നോടാ? അയ്യോ എന്റെ അപ്പൻ ആനറാഞ്ചി കൊച്ചൗസേപ്പ്. ആനറാഞ്ചി നിന്റെ തന്ത. അത് തന്നെയാണപ്പ ഞാനും പറഞ്ഞത്. അപ്പൻ എന്തിനാണ് എല്ലും കൂട്ടിന്ന് എഴുന്നേറ്റ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എന്തോരം കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ അതിനകത്തോട്ടാക്കിയത്. മരിച്ച് മണ്ണടിച്ച് 10-12 കൊല്ലമായി. എന്നിട്ട് ബാക്കിയുള്ളവരെ പേടിപ്പിക്കാൻ ഇവിടെ ഇങ്ങനെ കറങ്ങി കിടക്കുന്ന മര്യാദയാണോ എന്റെ അപ്പ? മരിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ മര്യാദ വേണം. അതേടാ, നിന്റെ കൊള്ളരുതായ്മകളാ എന്നെ വീണ്ടും വരുത്തിയത്. നീ ഇവിടെ ചെയ്തു കൂട്ടുന്നത് എന്താണെന്ന് നിനക്കറിയാമോ? നിത്യനരകത്തിലേക്ക് ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂവിലാണ് നീ. അതിന് ക്യൂ ആണോ? ക്യൂ നിന്ന് തോറ്റ്. ഞാൻ എന്ത് പാപം ചെയ്തെന്ന് അപ്പ പറഞ്ഞോണ്ട് വരുന്നേ? ആരുടെ ഒരു മുതലും കക്കാതെ പിടിച്ചു പറിക്കാതെയും അന്തസ്സായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്നവനാ ഞാൻ. അപ്പനറിയോ? അതേടാ, ജീവിക്കുന്നത് നീ മാത്രമാ. കിട്ടുന്ന കാശിനെ കുടിച്ച് നീ നിന്റെ സുഖം തേടുമ്പോ നിന്റെ ഭാര്യയും കുഞ്ഞും നിത്യ ദാരിദ്ര്യത്തിലാ. അത് കാണാൻ നിനക്ക് കണ്ണുണ്ടോടാ മഹാഭാവി? അപ്പൻ എന്താണ് അപ്പൊ ഈ പറഞ്ഞോണ്ട് വരുന്നത്? അധ്വാനത്തിന്റെ ക്ഷീണം കൊണ്ട് ഞാൻ കുറച്ച് മിണ്ടരുത്. ഞാനും നിന്നെ പോലെ അധ്വാനിച്ചവനാ. നീ അടക്കം 9 വയറ് തീറ്റിപ്പോറ്റിയവനാ. കള്ളു കുടിച്ച മരണ ക്ഷീണോ നീരുവീഴ്ച എനിക്ക് മരണം വരെ ഉണ്ടായിട്ടില്ലടാ. അറിയോ നിനക്ക്? അതെ എന്റെ അപ്പ, കള്ളു കുടിച്ച ക്ഷീണോ നീരുവീഴ്ച ഒന്നും പോവില്ല. അന്ന് ചാരായം ഉണ്ടായിരുന്നില്ലേ? അങ്ങ് വലിച്ചു വാരി കേറ്റായിരുന്നില്ലേ? ചവിട്ടി കൂട്ടി ഞാൻ. അന്ന് ഞാൻ വീശിയിരുന്നെങ്കിലേ നീ ഒന്ന് എഴുന്നേറ്റ് നടക്കുമായിരുന്നില്ല. എന്തെങ്കിലും വയറ് വയസ്സ് നടന്ന് ഉറങ്ങിയിട്ടുണ്ടോ നീയൊക്കെ? ഉണ്ടാടാ. അതില്ല. കുടുംബത്തിന് വേണ്ടി ഞാൻ ആശയടക്കി ജീവിച്ചത് കൊണ്ടാണ്. മനസ്സിലായി. ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാണ് ഈ അപ്പൻ ഈ പറയണത്? നീ മാറണം. എങ്ങോട്ട്? എടാ, ആശ്രയിച്ചു കഴിയുന്നവരെ പട്ടിണിക്കിടുന്നത് കൊടും പാപമാണ്. നരകത്തിൽ വലിയ ചെമ്പ് പാത്രങ്ങളിൽ നിനക്ക് വേണ്ടിയുള്ള എണ്ണ തിളക്കുന്നതിന്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു. എനിക്കെന്തിനാണ് അത്രയും വെളിച്ചെണ്ണ തിളപ്പിക്കണത്? അവിടെ കാറ്ററിംഗിന്റെ പരിപാടിയാണ്. അതെ, സാത്താന്മാരുടെ ഇഷ്ടഭോജ്യം പാപികളുടെ ആത്മാവാണ്. നിന്നെ അവർ തിളച്ച എണ്ണയിലിട്ട് പൊരിച്ചെടുക്കും. അയ്യോ, അപ്പൊ എന്തിനാ എന്നെ ഇങ്ങനെ പേടിപ്പിക്കണത്? എല്ലും മുറിയെ പണിയെടുത്ത് നിന്നെ തീറ്റുപോറ്റിയ എന്നോടും നിന്നെ നൊന്ത് പ്രസവിച്ച അമ്മയോടും നീ എന്താണ് ചെയ്തത്? വാർദ്ധക്യകാലത്ത് നീ ഞങ്ങളെ അനാഥാലയത്തിൽ കൊണ്ടുപോയി തള്ളിയില്ലടാ. അപ്പൊ അതൊന്നും ഇതുവരെ മറന്നില്ലേ? അന്ന് എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. ക്ഷമി. ഇപ്പൊ നീ ചെയ്യുന്നത് എന്താണ്? നിന്റെ ഭാര്യയും കുഞ്ഞും വിശന്ന് നിന്റെ മർദ്ദനമേറ്റ് തളർന്ന് നിന്നെ ശപിച്ചുകൊണ്ട് ഉറങ്ങുന്നു. നീ ദൈവവചനങ്ങൾ ചെവിക്കൊള്ളുന്നില്ല. വചന കൂട്ടായ്മയിൽ നീ പങ്കുചേരുന്നില്ല. നന്നാകാനുള്ള അവസരങ്ങൾ നീ ഒന്നൊന്നായി പാഴാക്കി. ഞാൻ ഇനി എന്ത് ചെയ്യും? ഇതൊക്കെ തിരുത്താൻ അവസരമില്ല അപ്പ. ആ അവസരമാണിത്, അവസാനത്തെ അവസരം. ഇതങ്ങ് പോട്ടപ്പ. ഇനി ഇത് തിരുത്താനുള്ള അവസരമൊന്നുമില്ല. നിന്നെ ഒരാത്മാവ് കൂടി ഈ രാത്രിയിൽ സന്ദർശിക്കും. അയ്യോ, വീണ്ടും ആത്മാവാ? ഇതെന്ത് ആത്മാക്കളുടെ സംസ്ഥാന സമ്മേളനം നടക്കണ ഇവിടെ? എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല്ല ചെയ്യേണ്ട അപ്പനെ എല്ലും കൂട്ടിലോട്ട് ചെല്ല്. നാളെ മുതൽ നന്നായിക്കോളാം. ഇല്ല, അതിൽ നിന്നൊഴിവാകാൻ നിനക്കാവില്ല. എന്റെ മകന് വേണ്ടി എനിക്ക് ചെയ്യാവുന്ന ഏറ്റവും അവസാനത്തെ കർമ്മമാണിത്. ഉറങ്ങിക്കോളൂ, ശാന്തമായി ഉറങ്ങിക്കോളൂ. നിന്റെ അപ്പന് യാത്രയാവുകയാണ്. ഇനി ഒരിക്കലും നിന്നെ കാണാൻ ഞാൻ വരില്ല. രാത്രി വന്ന് പേടിപ്പിച്ചിട്ട് പോവുകയാണ്. എന്നിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോളാൻ അടിച്ച ഫിറ്റും പോയി. ഇത് എന്തൊരപ്പനാണ്? ഇനി 2 അടിക്കാന്ന് വെച്ച സാധനവും കയ്യിലില്ല. ഇനി ഏത് ആത്മാവാണോ വന്നത്? കർത്താവേ, സകലാത്മാക്കളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണേ, കാത്തുരക്ഷിക്കണേ. സകല പുണ്യാളന്മാരെ കാത്തുകൊള്ളണേ, രക്ഷിക്കണേ. സാറേ, എടി സാറേ,
അവള് സുഖമായിട്ട് കിടന്ന് ഉറക്കട്ടെ പോത്ത്. ഞാനിവിടെ ഒറ്റക്ക്. എന്റെ ദൈവമേ, ആത്മാക്കളൊന്നും വരല്ലേ. എന്നെ കാത്തുകൊള്ളണേ. സകല ആത്മാക്കളൊന്നും രക്ഷിക്കണേ കർത്താവേ. ഗബ്രിയേൽ, ഗബ്രിയേൽ. അയ്യോ, ഇതെന്താണ് ഒരു സ്ത്രീ ശബ്ദം? അപ്പം പോയിട്ട് അമ്മച്ചിയെ പറഞ്ഞു വിട്ടോ. എന്റെ അടുത്തേക്ക് വരരുത്, എനിക്ക് പേടിയാണ്. സത്യമായിട്ട് അമ്മച്ചി എന്റെ അടുത്തേക്ക് വരരുത്. എന്നിൽ നിന്നും നിനക്ക് എങ്ങോട്ട് ഓടി ഒളിക്കാനാവില്ല ഗബ്രിയേൽ. വരൂ, അടുത്തേക്ക് വരൂ. ഇത് 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 എനിക്കറിയാലോ. ഇത് മദർ അല്ലേ? മദർ തെരേസ, വിശുദ്ധ മദർ തെരേസ. ഞാൻ സ്വപ്നം കാണുകയാണോ? ഇങ്ങനെ എന്നെ പോലെ ഒരു പാപിക്കും അമ്മ ദർശനം കൊടുക്കുവോ? ആരോഗ്യവന്മാർക്കല്ല, രോഗികൾക്കാണ് വൈദ്യന്റെ ആവശ്യം. കേട്ടിട്ടില്ലേ? ഉണ്ട്, ഒന്ന് പറഞ്ഞോട്ടെ. എന്നെ ഈ രാത്രിയിൽ ഒരു ആത്മാവ് സന്ദർശിക്കുമെന്ന് അപ്പം ഞെല്ലിൻകുട്ടിന്ന് വന്ന് പറഞ്ഞു. ആ ആത്മാവിനോട് വരണ്ടാന്നൊന്ന് പറയാമോ മദറെ? ഇല്ല. അതെന്താ? ആ ആത്മാവാണ് ഞാൻ. ഈ വിളിയെന്നും ആത്മാർത്ഥതയോടെ വിളിച്ചിരുന്നെങ്കിൽ എനിക്കും നിന്റെ പിതാവിനും നിന്നെ ഇങ്ങനെ കാണാൻ വരേണ്ട ആവശ്യം വരില്ലായിരുന്നു. നിന്നെ ഞാൻ നിന്റെ ഭാവി കാലം ഗോചരമാക്കുന്ന വഴിയിലൂടെ നയിക്കാൻ പോകുന്നു. ജീവിതം നീ ഈ രീതിയിൽ തുടർന്നാൽ നീ കടന്നു പോകേണ്ട വഴികളിൽ കൂടി നമ്മൾ അദൃശ്യരായി നിന്റെ ഭാവി കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വരൂ ഗബ്രിയേൽ. ഇതാരാണെന്ന് മനസ്സിലായില്ല? ഇത് നിങ്ങളുടെ മകനാണ്, ജോമോൻ. അവൻ ഇത്രയും വളർന്നോ? താടിയും മീശയൊക്കെയായി ഒരു ഒത്ത പുരുഷനായിരിക്കുന്നു. അതെ, എല്ലാ അർത്ഥത്തിലും അവൻ വളർന്നിരിക്കുന്നു. അപ്പനേക്കാളും. അവന്റെ വളർച്ച എന്താണെന്ന് നോക്കിക്കാണ്. എവിടെ ആയിരുന്നടാ ഇതുവരെ? എത്ര നേരമായി കാത്തു നിൽക്കുന്നു. ഓടിച്ചെന്ന് വാങ്ങിക്കൊണ്ടുവരാനേ ഇത് അരിയും പച്ചക്കറിയൊന്നല്ല. ഒന്ന് ക്ഷമി ബ്രോ. വേഗം ഇങ്ങോട്ട് എടുക്ക്, ഒന്ന് അടിച്ചു കയറ്റട്ടെ. ഇതിന്റെ ഒരു സുഖം ഒരു ഫുൾ ബോട്ടിൽ അടിച്ചാലും കിട്ടില്ല. സ്മെല്ലുമില്ല, ഗ്ലാസും വെള്ളവും ഒന്നും വേണ്ട. എവിടെ വേണമെങ്കിലും നമുക്കങ്ങ് പറന്ന് നടക്കാം. ഇത് കണ്ടുപിടിച്ച എന്റെ പൂർവികന്മാരെ, നിങ്ങൾക്കൊരായിരം നന്ദി. ഫ്രീക്ക് കട്ട കുത്തി കയറ്റിക്കോ, വൈകിട്ട് പണിയാളാണ്. മച്ചാനെ 5 ലക്ഷത്തിന്റെ കൊട്ടേഷൻ ആണ്ടാ, ആശ്രയിച്ച് പണിയണം. അയ്യോ, അവൻ എന്താണ് കുത്തിക്കേറ്റത്? അവന് വേദനിക്കില്ലേ? അവനൊന്നും അറിയില്ല. നിന്റെ പഴയ കാലമല്ല ഗബ്രിയേൽ, ഇത് ന്യൂ ജനറേഷനാ. അവരിൽ പലരും മദ്യത്തിന് പകരം മയക്കുമരുന്നിന്റെ ലോകത്താ. മദർ, അയ്യോ എന്റെ മോൻ. ഇപ്പോ കരഞ്ഞിട്ട് കാര്യമില്ല ഗബ്രിയേൽ. ഇപ്പോ കരഞ്ഞു തീർത്താൽ ഇനിയും നിനക്ക് കരയാൻ കണ്ണുനീരുണ്ടാവില്ല. വാ, നമുക്ക് മാറി നിന്ന് കാണാം.
ഛേ, അവന്റെ പേരെന്താ? അല്ലെങ്കിൽ തന്നെ ഇരയുടെ പേര് നമ്മളെന്തിനു ഓർക്കണം? കാശ് പറയുന്നു, കരാർ ഉറപ്പിക്കുന്നു. 5 ലക്ഷത്തിന്റെ ഇരയെ തേടി നമുക്ക് ഇറങ്ങാം ബ്രോ. ഞാൻ ഇരയെ അതിന്റെ മടയിൽ ചെന്നേ കൊല്ലാറുള്ളൂ, ഈ പുലിമുരുകൻ കാട്ടിലിറങ്ങുന്നത് പോലെ. അപ്പോ ടൂൾസ് ഒക്കെ റെഡിയല്ലേ? എടുക്കടാ. എന്നാ പിടിക്കും മച്ചാ. മദർ, എന്റെ മോൻ അവന്റെ ഒരു വാടക കൊലയാളിയായിരിക്കുന്നു. അയ്യോ, മദ്യപാനിയുടെ കുടുംബം തീപിടിച്ച കപ്പൽ പോലെയാണ്. അവിടെ നിന്നും കൂലിത്തല്ലുകാരനും വേശ്യയും ഇറങ്ങി വരും. വളർന്നു വലുതായപ്പോ നിന്റെ മകൻ കുറ്റവാസനയുള്ളവനായി, ലോകത്തോട് മുഴുവൻ പകയുള്ളവനായി. അയ്യോ, എന്റെ മോൻ, എന്റെ പൊന്നു മോൻ, ഇതൊന്നും കേൾക്കാനുള്ള ശക്തി എനിക്കില്ല മദർ. ഞാനാകെ തളർന്നു പോവുകയാണ്.